ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എലിസബത്ത്. സ്ഥലം വരുന്നത് ഇടുക്കിയാണ് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ഥലം ചോദിക്കുന്നുണ്ട്. മിക്ക വീഡിയോയിലും ഞാൻ സ്ഥലമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലം ഇടുക്കിയാണ് വരുന്നത്. നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തമിഴ്നാട്, കർണാടക പ്ലാൻസ് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. ചില പ്ലാൻസൊക്കെ നമുക്ക് കേരളത്തിൽ മാത്രമേ ഡെലിവറി അവൈലബിൾ ഉള്ളൂ. അപ്പം അത് ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വീഡിയോയാണ്. അപ്പം നാടൻ പെറ്റൂണിയയുടെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നാടൻ പെറ്റൂണിയയുടെ നല്ല റെഡ് കളറും അതുപോലെ മിക്സഡ് കളേഴ്സും നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുക. എല്ലാം ഞാൻ അത്യാവശ്യം വലിച്ചു നീട്ടാതെ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ തന്നെ. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുക. മൊത്തം ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്താൽ മതിയാകും. അപ്പം അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നടന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പഗേഷനോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. അതും നമ്മൾ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പം നാടൻ പെറ്റൂണിയ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒത്തിരി നല്ല ലൈഫുള്ള പ്ലാന്റ് തന്നെയാണ്. നമുക്കതുപോലെ തന്നെ ഈസി ആയിട്ട് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണ് പറയുക, നമുക്ക് നല്ലോണം സീഡ്സ് കളക്ട് ചെയ്യാം. അതുപോലെ കട്ടിങ്സ് വെച്ച് സുഖമായിട്ട് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഹൈബ്രിഡിനെക്കാട്ടിലും എല്ലാവർക്കും അറിയാം നാടനാണ് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളിതേ സീഡ്സൊക്കെ ഇട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ്സാണ്. ഞാൻ ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, പെറ്റൂണിയ നമുക്ക് കേരളത്തിൽ മാത്രമേ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൂ. തമിഴ്നാടും കർണാടകയും നമുക്ക് ഡെലിവറി അവൈലബിൾ അല്ല. ഇപ്പോൾ തമിഴ്നാട് ചില സ്ഥലങ്ങളുണ്ട്, ചെന്നൈ, കോയമ്പത്തൂർ, അങ്ങനെ 2 ദിവസം കൊണ്ടൊക്കെ കിട്ടുന്നിടത്തോട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ ഡെലിവറി ഉണ്ടാകത്തില്ല തമിഴ്നാട് കർണാടകയിലോട്ട്. കേരളത്തിൽ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കെയറിങ് പറയുന്നുണ്ട്. ഇതിന് എന്തോരം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ എങ്ങനെയാണ് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പം ആദ്യമായിട്ട് തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ സീഡ്സൊക്കെ മേടിച്ചിരുന്നു. അപ്പം നമ്മൾ അതേ സീഡ്സ് തന്നെ ഇട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പം പ്ലാന്റ് കണ്ടോ, നല്ല അടിപൊളി കളറിലെ നല്ല റെഡ് കളർ, എന്ത് ഭംഗിയാലേ. എനിക്ക് ഒത്തിരി സന്തോഷമായി റെഡ് കണ്ടപ്പം. നമുക്ക് ആദ്യമായിട്ട് തന്നെയാണ് റെഡ് ഞാൻ തൈകൾ സെയിലിന് ഇപ്പം വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓർഡർ നമുക്ക് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ടവർ വാട്സപ്പ് ചെയ്ത് പറയുക കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല മണ്ണ് തന്നെ എടുത്തിട്ടാണ് ഇത് പാക്ക് ചെയ്യുന്നത്. നല്ല ഫ്രഷായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ലീഫിനൊക്കെ നല്ല സ്ട്രോങ് തൈകളാണ് കേട്ടോ. നല്ല തണ്ടിനൊക്കെ നല്ല കട്ടിയുണ്ട്. അപ്പം ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത്, നമ്മൾ അയച്ചു തരുമ്പോൾ കുറച്ച് മണ്ണോട് കൂടിയാണെന്ന് പറഞ്ഞല്ലോ അയച്ചു തരുന്നത്. അപ്പം അത് നട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ മണ്ണ് നട്ട് കഴിയുമ്പോഴല്ല, നടുമ്പോൾ ആ മണ്ണ് നിങ്ങൾ ഒരിക്കലും കളയില്ല. അപ്പം ചിലവരൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ അയക്കുന്ന മണ്ണ് കളഞ്ഞിട്ട് നടുന്നുണ്ട്. അങ്ങനെ കളഞ്ഞിട്ട് നടുമ്പോൾ പെട്ടെന്ന് വാടി പ്ലാന്റ് നശിച്ചു പോകും കേട്ടോ. അപ്പം നമ്മൾ തരുന്ന പ്ലാന്റിനുണ്ടാവുന്ന മണ്ണ് ഒരിക്കലും കളയരുത്. പ്രത്യേകിച്ച് പെറ്റൂണിയയ്ക്കൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് പ്ലാന്റ് കവറിൽ നിന്ന് എടുക്കുന്നത്. വേരൊന്നും പൊട്ടാതെ മണ്ണ് കുറച്ച് വേരിലുള്ള എന്ന് വെച്ചാൽ അവിടെയുള്ള മണ്ണ് കുറച്ച് കൂട്ടിയെടുത്തിട്ട് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് കെയർ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്തും, അതുപോലെ തന്നെ ആദ്യം ഈ വരുന്ന മുട്ടുകളും ഫ്ലവറുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് സൈഡിൽ നിന്ന് ബ്രാഞ്ചസൊക്കെ വന്ന് ഒത്തിരി പൂകൾ തരും കേട്ടോ. അതും എപ്പോഴും പൂവ് തരുന്ന ഒരു ചെടി കൂടിയാണ് പെറ്റൂണിയ. എല്ലാവർക്കും അറിയാം, നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിന് അത്യാവശ്യം നല്ല സൺലൈറ്റ് തന്നെ വേണം കേട്ടോ. മിക്കവരും ഈ നാടൻ പെറ്റൂണിയ ഹാങ്ങിങ് പോട്ടിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിലോ നോർമൽ പോട്ടിലോ ഒക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അത്യാവശ്യം സൺലൈറ്റ്, ഇപ്പോൾ ഇരുട്ടത്തോട്ടൊന്നും വെക്കരുത് പ്ലാന്റ് ഒരിക്കലും. അതുപോലെ അത്യാവശ്യം സൺലൈറ്റ് തന്നെ കിട്ടണം, ഡയറക്റ്റ് സൺലൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ. ഇപ്പം ഭയങ്കരമായിട്ടുള്ള സൺലൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം
വെയിൽ കിട്ടുന്ന ആ ഒരു ഇത് തന്നെ വേണം കേട്ടോ പെറ്റൂണിയയ്ക്കും, എന്നാലേ നല്ലോണം ഫ്ലവർ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് DAP അങ്ങനെ ഒരു വളമാണ്. പിന്നെ ഞാൻ ഒരു പുതിയ വളം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു റിസൾട്ടുണ്ട്. DAPനേക്കാളിലും ശകലം കൂടെ ഒരു ഇച്ചിരിയും കൂടെ നല്ലൊരു വളമാണ്. അപ്പം അത്യാവശ്യം ശകലം റേറ്റ് വരുന്നതും കൂടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് DAP തന്നെ ഇട്ടാലും മതി, ഒരു പ്രശ്നമില്ല. നമ്മൾ DAP തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം DAP പിന്നെ അതുപോലെ തന്നെ നടുമ്പോൾ നിങ്ങൾ ഒത്തിരി ഓവർ വളമൊന്നും ഇട്ട് നടേണ്ട ആവശ്യമില്ല. കുറച്ച് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം, നല്ലോണം ഉണങ്ങിയത്. അപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ചാണകപ്പൊടിയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് പ്ലാന്റ്സ് നശിച്ചു പോകും. ഇപ്പം നിങ്ങൾക്ക് കരിയില കമ്പോസ്റ്റ് ഇടാം. അതുപോലെ തന്നെ ഉണങ്ങി നിങ്ങൾ വീട്ടിൽ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് കുറച്ചിട്ടിട്ട് വേണം ചെടികൾ ഏതാണെങ്കിലും നടാൻ ആദ്യമേ. അത് കഴിഞ്ഞ് അത്യാവശ്യം ഗ്രോത്തായി പിടിച്ച് കഴിയുമ്പം നിങ്ങൾക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണ്, പെറ്റൂണിയകൾ നടുമ്പം ശകല സാഫ് എന്ന് വെച്ചാൽ ആൻറ്റി ഫംഗലാണ്, അതുകൂടി ഒന്ന് പോട്ടി മിക്സിലൊന്ന് തൂകിയിട്ട് വേണം നിങ്ങൾ പ്ലാന്റ്സ് നടാനായിട്ട് കേട്ടോ. ഒത്തിരി വേണ്ട, ഒരു ശകലം. നിങ്ങൾക്കറിയാം, ഉപയോഗിക്കുന്നവരായിരിക്കും മിക്കരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാലും ഞാൻ അതിന് പറയാം കേട്ടോ, മറുപടി പറയാം. പരമാവധി കോൾ ചെയ്യാതിരിക്കുക കേട്ടോ, നമുക്ക് ഒത്തിരി കോൾ വരുന്നുണ്ട്. അപ്പം മിക്ക സമയവും കുഞ്ഞുങ്ങളുടെ കയ്യിലായിരിക്കും ഫോൺ. അപ്പോൾ ഫോൺ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ മക്കൾ തന്നെയായിരിക്കും ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്ത് വിടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നതാണ്, അങ്ങനെയൊന്നുമല്ല. അപ്പം അതൊന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കോൾ എടുത്ത് റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക. പരമാവധി വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇടാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള റെഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സെയിലിൻ്റെ കാര്യമാണ് കേട്ടോ. സെയിൽ ഈ റെഡ് നമ്മൾ സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അയച്ചു തരാം. മിനിമം 2 എണ്ണം എടുക്കണം റെഡ്. അപ്പം നിങ്ങൾക്കറിയാം കൊറിയർ ചാർജ്, മിനിമം ചാർജ് നമുക്ക് അത്യാവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു 2 പ്ലാന്റെങ്കിലും മിനിമം റെഡ് എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഇത് തന്നെയാണ്, നമ്മൾ അത്യാവശ്യം വിത്ത് ഫ്ലവറും അല്ലെങ്കിൽ നമ്മൾ ഇത് സെപ്പറേറ്റ് വെച്ചാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോകത്തില്ല. റെഡ് നമുക്ക് കൺഫേം ആണ് കേട്ടോ. 2 റെഡ് തന്നെ വരുമ്പോൾ കൊറിയർ ചാർജ് അടക്കം നമുക്ക് 250 ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത്. 250 ആണ് 2 റെഡ് തന്നെ എടുക്കുമ്പോൾ. ഇനി ഞാൻ കുറച്ച് മിക്സഡ് കളേഴ്സും കൂടെ നമുക്ക് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ജസ്റ്റ് കളേഴ്സ് കാണിക്കാം. ഇതാണ് മിക്സഡ് കളേഴ്സിൻ്റെ കളേഴ്സ്. നല്ല വെറൈറ്റി കളേഴ്സ് കുറച്ചുണ്ട് കേട്ടോ. അപ്പം എല്ലാത്തിലും ഫ്ലവർ ഇല്ല. നമ്മൾ ഒരു 3 പ്ലാന്റിൻ്റെ കോംബോയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും 3 പ്ലാന്റിൻ്റെ കോംബോയാണ് നാടൻ പെറ്റൂണിയയുടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനും ഞാൻ ഈ പറയുന്ന തന്നെ സെയിം കെയർ ആണ് കേട്ടോ ചെയ്യേണ്ടത്. നല്ല അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ചിലതിനൊക്കെ ബ്രാഞ്ചസ് ആയിട്ടുണ്ട്. എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ തന്നെ മിക്സഡ് കളേഴ്സിൻ്റെ തന്നെ 3 കളറ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ 300-നായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇത് മിക്സഡ് കളേഴ്സിൽ നിന്ന് 2 കളറും റെഡും കൂടെ ഉൾപ്പെടുത്തിയിട്ട് 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ പറയുന്നുണ്ട്. അങ്ങനെ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 400-നായിരിക്കും. റെഡിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് റെഡ് ഉൾപ്പെടുത്തിയിട്ട് 3 കളേഴ്സ് വരുമ്പോൾ 400 ആയിരിക്കും കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ. അപ്പം നല്ല അടിപൊളിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എന്നിട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക. നമ്മൾ മെയ് 1st വീക്ക് തൊട്ടായിരിക്കും ഇത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനി നമുക്ക് സ്റ്റാർ പെറ്റൂണിയയുടെ പ്ലാൻസൊക്കെ ആകുന്നുണ്ട്. അപ്പം സ്റ്റാർ പെറ്റൂണിയൊക്കെ ആകുമ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റെഡൊക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് തീർന്നു പോവും. ഒത്തിരി ആവശ്യക്കാർ കാണും. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നതാണ് റെഡ് ഉണ്ടോയെന്ന്. അപ്പം നമുക്കറിയാം ഈ ഫ്ലവർ ഈ ഒരു കളർ കാണുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തതല്ലേ. അപ്പോൾ എല്ലാവരും മേടിക്കുമെന്നറിയാം. അപ്പം ഇത് തന്നെയായിട്ടുള്ള കോംബോയുണ്ട്. പിന്നെ 3 പ്ലാന്റിൻ്റെ മിക്സഡ് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള കോംബോസ് ഉണ്ട്. അപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ.
അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ മൊത്തം കണ്ടിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. താഴെ കാണുന്നതാണ് വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. മെസ്സേജ് ഇടുക കേട്ടോ. പരമാവധി കോളുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാം, നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി കിട്ടുന്നുണ്ട് നമുക്ക്. ഒത്തിരി താങ്ക്സ് കേട്ടോ, സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം മുമ്പോട്ടും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇതുപോലെ ഇടുന്ന നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.